ഇന്ന് വരും നാളെ വരും. ഇപ്പം ഓരോരോ വിഷു ഓണം കഴിയുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവനോരോരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വെച്ചിരിക്കുന്ന പാൻറ്റും ഷർട്ടൊക്കെ വാങ്ങി വെക്കുകയാണ്. ഇപ്രാവശ്യം വാങ്ങി വെച്ചിരിക്കുന്നത് 3 ദിവസം കഴിഞ്ഞപ്പം പെറ്റീഷൻ കൊടുത്ത് കാണാതായപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളായ അവരുടെ വീട്ടിൽ ചെന്നിട്ടും അവരും കൂടി തീരെ തിരിഞ്ഞു നോക്കിയില്ല. വിജിലിന്റെ തിരോധാനത്തിൽ 6 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഉത്തരമായത്. വിജിലിനെ സുഹൃത്തുക്കൾ തന്നെ സരോവരത്ത് കുഴിച്ചുമൂടി എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രതി കൂടി പിടിയിലാവാനുണ്ട്. ഇപ്പം അറസ്റ്റിലായ നിഖിലും ദീപേഷും അവരോട് ചോദിച്ചിരുന്നല്ലേ? അവർ രണ്ടാളെ വീട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ്, മക്കളെ ഞങ്ങൾ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിട്ടോ, നിങ്ങൾക്ക് വിജിലിൻ്റെ ഫോണുണ്ടോ? ഓനല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, വിളിക്കലില്ല, അങ്ങനെയാണെന്നൊക്കെ ഒരു മറുപടി. അങ്ങനെ ഒരാഴ്ച അതിൻ്റെ പിന്നെയും ചെല്ലും. ഞാൻ കുട്ടികളല്ലേ, കല്യാണം കഴിച്ച് കൂടുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഓരോ വർത്താനൊക്കെ അവിടെ നിന്നൊക്കെ. എന്നാലും എൻ്റെ മോനെ പോലെ നോക്കിയ ആഴ്ചകൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള. ഇതിലും സുഹൃത്തുക്കളും ചേർന്ന് സരോവരത്ത് വെച്ച് ലഹരി ഉപയോഗിച്ചു. വിജിൽ പിന്നീട് അവിടെ തന്നെ മയങ്ങിപ്പോയി എന്നാണ് പിടിയിലായ പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. പിറ്റേ ദിവസം പോയ സമയത്താണ് വിജിൽ മരിച്ചുവെന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് അവിടെ തന്നെ ഈ ചതുപ്പിൽ കുഴിച്ചുമൂടി എന്നുള്ളതാണ്. വിജിലിനെ ചതുപ്പിലേക്ക് ഇട്ട് അതിന് മുകളിൽ ചാക്കിൽ കെട്ടി കല്ലുകൾ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് പോയ സമയത്ത് വിജിലിന്റെ തല പുറത്തു കണ്ട് തുടർന്ന് കരിങ്കല്ലുകൾ വെച്ച് മൂടി എന്നുകൂടിയാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.